വളരെ യാദൃച്ഛികമായിട്ട് എത്തിപ്പെട്ട ഒരു മേഖലയാണ്. ഒരു സ്വപ്നമോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊന്നും എൻ്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. സിനിമ നടക്കാതെ പോയിട്ടുണ്ട്, ആ പാട്ടുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും കുറേ പാട്ടുകൾ അങ്ങനെ ആർക്കും ഇല്ലാതെ പോയി എന്നുള്ളൊരു വിഷമമുണ്ടാവും. ഇപ്പോൾ ഒരാളെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് അയാൾ ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളെ ഏൽപ്പിക്കേണ്ടത്. അല്ലാതെ എല്ലാ കാര്യങ്ങളും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ നടക്കില്ല. അത് പാട്ടിന് ഒരു അർത്ഥം ഉണ്ടാവണമെങ്കിൽ, മനസ്സിൽ തങ്ങി നിൽക്കണമെങ്കിൽ നല്ല വരികൾ വേണം. അധികം ഏകാന്തമായിട്ടാണ് എൻ്റെ ജീവിതം ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു ആകപ്പാടെയുള്ളൊരു ആശ്രയം വായന എന്നുള്ളതായിരുന്നു. പല പാട്ടുകളും സിനിമയ്ക്ക് ശേഷവും ജീവിക്കുന്നുണ്ട്. പലതും എനിക്ക് ആസ്വദിക്കാൻ പറ്റാറില്ലെങ്കിലും അല്ലെങ്കിൽ പല എൻ്റെ ഇഷ്ടങ്ങളിൽ പെട്ടതായിരിക്കില്ല എങ്കിൽ പോലും എന്താണ് പുതിയ ലോകത്ത് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. റഫീഖ് അഹമ്മദ് എന്ന് പറയുന്നത് സംഗീത പ്രേമികൾക്ക് എപ്പോഴും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പേരാണ്. 1999 ഗർഷോം എന്ന PT കുഞ്ഞുമുഹമ്മദ് സംവിധാനം ചെയ്ത സിനിമയിലെ സംഗീതം എഴുതാനായിട്ട് അങ്ങ് കാൽച്ചുവട് വെച്ചു. അതിനുശേഷം ഇപ്പോൾ ഈ 2024 ഇറങ്ങിയ ബോഗൻവില്ല വരെ അങ്ങയുടെ സംഗീതത്തിൻ്റെ വരികൾ നമ്മൾ എല്ലാ മലയാളികളും ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് അങ്ങ് ആദ്യമായിട്ട് ഗർഷോം എന്ന സിനിമയിലൂടെ കടന്നു വന്നത്? എങ്ങനെയാണ് ആ വഴിയെ കുറിച്ച് ഒന്ന് പറയാമോ? യഥാർത്ഥത്തിൽ ഈ സിനിമ ഗാനരചനാ രംഗത്തേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വപ്നമോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊന്നും എൻ്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. വളരെ യാദൃച്ഛികമായിട്ട് എത്തിപ്പെട്ട ഒരു മേഖലയാണ്. നേരത്തെ പറഞ്ഞ PT കുഞ്ഞുമുഹമ്മദ് ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ, അവരായിട്ട് എനിക്ക് നേരത്തെ സൗഹൃദമുണ്ട്. അപ്പോൾ അവരുടെ ഒരു സിനിമ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരായിട്ടുള്ള ഒരു കൂടിയിരിപ്പുകളിലൊക്കെ ഇങ്ങനെ ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. ആ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ എന്നോട് പാട്ട് എഴുതാൻ വേണ്ടി ആവശ്യപ്പെടുക ചെയ്തത്. അപ്പോൾ ഞാനങ്ങനെ പാട്ടുകൾ പണ്ട് മുതലേ ആസ്വദിക്കുന്ന ആളും പാട്ടുകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണ്, ഇപ്പോഴും ആസ്വദിക്കുന്ന ആളാണ്. പക്ഷെ പാട്ട് എഴുതുന്നതിനെ പറ്റി ഞാനൊരു ഐഡിയ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ കവിതകൾ എഴുതി പോയി കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ അവർ സ്നേഹപൂർവ്വം നിർബന്ധിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ഈ സിനിമയിൽ എഴുതുന്നത്. അപ്പോൾ എങ്ങനെ പാട്ട് എഴുതണം എന്താണെന്നുള്ളതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. അപ്പോൾ അവർ പറഞ്ഞ ഒരു കവിത എഴുതുന്ന പോലെ എഴുതിയാൽ മതി, അതൊക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കവിത പോലെ ഒരു ഈ പ്രവാസത്തിൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ ഉള്ള ഒരു ഗസൽ രൂപത്തിലുള്ളൊരു പാട്ടാണ് അവർ പറഞ്ഞിരുന്നത്. അത് എഴുതുകയും പിന്നെ രമേശ് നാരായണനും ആയിട്ട് കണ്ടിരുന്ന് അത് കുറേ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് അതിന് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി അങ്ങനെ ഒരു ഗർഷോമിലെ ആദ്യത്തെ പാട്ട് പറയാൻ മറന്ന പരിഭവങ്ങൾ എന്ന് പറയുന്ന പാട്ടുണ്ടാവുകയാണ്. പിന്നെ അതോട് കൂടിയിട്ട് ഞാൻ സത്യത്തിൽ അങ്ങനെ ഞാനീ പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണലായിട്ട് രംഗത്ത് ഇറങ്ങാൻ ഉദ്ദേശിച്ച ആളായിരുന്നില്ല. അതോടുകൂടി നിർത്തി ഞാൻ. പിന്നെ അത് കഴിഞ്ഞു, സിനിമ വന്നു. ആ പാട്ടൊന്നും അന്നൊന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല അധികം. സിനിമയും കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ അന്ന്. ഇപ്പോൾ പിന്നീട് കുറേ ആൾക്കാരൊക്കെ അത് ശ്രദ്ധിച്ചു. അപ്പോൾ പിന്നെ അങ്ങനെ 3-4 വർഷം കഴിഞ്ഞിട്ടാണ് കമലിൻ്റെ പെരുമഴക്കാലം എന്ന് പറയുന്ന സിനിമയിൽ എഴുതുന്നത്. അത് മുതൽക്ക് പിന്നെ ഫ്ലാഷ് എന്നുള്ള സിനിമ വന്നു. പിന്നെ എനിക്ക് തന്നെ അറിയാത്ത രീതിയിൽ ഞാൻ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. സത്യത്തിൽ ഞാൻ അതിനുവേണ്ടി വലിയ പരിശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഭാഗ്യമോ പിന്നെ എന്തൊക്കെയോ കാരണം കൊണ്ട് അങ്ങനെ ആയി വന്നതാണ്. അപ്പോൾ 1999 ഗർഷോം ഇറങ്ങിയത്. പിന്നെ ഇതിലേക്ക് താല്പര്യം കാണിച്ചില്ല. പിന്നെ 2004 കമൽ സാറിൻ്റെ ആണെന്നുണ്ടെങ്കിലും ജയചന്ദ്രൻ സാർ മ്യൂസിക് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഈ സിനിമയിലേക്ക് വന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ജയചന്ദ്രൻ എന്ന് പറയുന്ന സംഗീത സംവിധായകനുമായിട്ടുള്ള ഈ ഒരു പാട്ടിലേക്ക് എത്തിപ്പെട്ടത്? എന്താണ് മീൻസ് ഈ ഒരു മേഖല ഇനി വേണ്ട, താല്പര്യമില്ല എന്നുള്ള ഒരാൾ പിന്നീട് എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത്? താല്പര്യമില്ല എന്നുള്ളതല്ല വാസ്തവം. ഞാൻ അതിനെപ്പറ്റി അത്ര ബോധേഡായിരുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ മേഖല അതായിരുന്നില്ല. കാരണം സിനിമ എന്നൊക്കെ പറയുന്നത് വേറൊരു ലോകം എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടിരുന്നത്. ഞാൻ ഈ കവിതയും പിന്നെ വായനയും ആ തരത്തിലുള്ള ആളുകളൊക്കെ ആയിട്ടുള്ള ഒരു ലോകത്താണ് ഞാൻ ജീവിച്ചിരുന്നത്. ഇതങ്ങനെ വന്നു പെട്ടതാണ്. ജയചന്ദ്രനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ശമനതാളം എന്ന് പറയുന്ന ഒരു സീരിയൽ വന്നിരുന്നു. ആ സീരിയലിന് വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ടൈറ്റിൽ സോങ് അത് ശ്യാംപ്രസാദ് അത് സംവിധാനം ചെയ്ത ഒരു സീരിയലായിരുന്നു. നല്ലൊരു സീരിയലായിരുന്നു. അതിൻ്റെ ടൈറ്റിൽ സോങ്ങാണ് ഞങ്ങൾ ആദ്യം ചെയ്യുന്നത്, ഞാനും ജയചന്ദ്രനും കൂടി ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ പെരുമഴക്കാലത്തിൽ എന്നെ വിളിക്കുന്നത്. സത്യത്തിൽ ഈ സിനിമാ രംഗത്ത് ഇങ്ങനെ പിന്നെ ഒരു ചുവടുറപ്പിക്കാനുള്ള അല്ലെങ്കിൽ അതിലേക്ക് കടന്ന് വരുന്നതിനുള്ള ഒരു കാരണം ജയചന്ദ്രനാണ്. പിന്നീട് ഇങ്ങനെ കുറേ ആൾക്കാരും BG ബാലനായിട്ടും രമേശ് നാരായണനായിട്ടും നമ്മുടെ ഗോപി സുന്ദറായിട്ടൊക്കെ പലരായിട്ടും ചെയ്തു. പിന്നെ അതേപോലെ തന്നെയാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ആണെന്നുണ്ടെങ്കിലും പലപ്പോഴും ഒരു മേഖലയ്ക്ക് വരണ്ടെന്ന് വിചാരിച്ചു വീണ്ടും വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കും, ഓക്കെ ഇനി എനിക്ക് എൻ്റെ സിനിമകളിൽ അല്ലെങ്കിൽ ഗാനങ്ങളാണെന്നുണ്ടെങ്കിൽ നന്നാവും, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റേതായിട്ടുള്ള എൻ്റെ ചിലപ്പോൾ പാത ഇതാണെന്നുള്ളത്. പക്ഷേ പ്രതീക്ഷിക്കാതെ മൂന്നാമതായിട്ട് ഇറങ്ങിയിട്ടില്ല, അത് മന്ദാരപ്പൂവല്ല എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് ഗാനങ്ങൾ രചിക്കുകയും എല്ലാം പ്രതീക്ഷ വെച്ചു. പക്ഷേ ആ സിനിമ റിലീസായില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് കാരണം ഒരുപാട് എഫേർട്ടുകൾ, ഒരുപാട് ചിന്തകൾ, ഒരുപാട് ചിലവായി
ബേസിസിലാക്കിയിട്ടാണ് അങ്ങനെ നമ്മളൊരു എന്തൊരു കലാസൃഷ്ടിക്കാണെന്നുണ്ടെങ്കിലും ഇതാക്കുന്നത്. ആ സമയത്ത് ആ ഒരു എന്താ പറയുക ഒരു തിരിച്ചടിയോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തത് അത് ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഇപ്പോൾ മാത്രം ലൈക്ക് അന്നും ഇപ്പോഴും ഉണ്ടാവുന്ന അങ്ങനത്തെ സന്ദർഭങ്ങൾ എങ്ങനെയായിരുന്നു? അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? അത് ഈ പടം മാത്രമല്ല, കുറേ സിനിമകൾ അങ്ങനെ ലാപ്സായി പോയിട്ടുണ്ട്. കുറേ പാട്ടുകൾ അങ്ങനെ നമുക്ക് ചെയ്ത ശേഷം, ഇപ്പോൾ ഞാനും മോഹൻ സിത്താരമായിട്ട് തന്നെ ഒന്നിലേറെ സിനിമകളിൽ നല്ല പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് സിനിമ നടക്കാതെ പോയിട്ടുണ്ട്, ആ പാട്ടുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ട് അത് വിഷമം തോന്നാറുണ്ട്. കാരണം ചിലപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളതിനേക്കാളൊക്കെ ചിലപ്പോൾ നല്ല പാട്ടുകളായിരിക്കാം അത്. ഇപ്പോൾ മന്ദാരപ്പൂവിലെ പാട്ടൊക്കെ നല്ലതാണ്. ഷഹബാസാണ് അത് ചെയ്തത്, ഷഹബാസ് ഞാൻ ഇവിടെ ചെയ്തത്, അത് വന്നില്ല. പിന്നെ അങ്ങനെ പലതും അങ്ങനെ ഒരുപാട് ഒന്നൊന്നല്ല, ഒന്നിലേറെ സിനിമകൾക്ക് അങ്ങനെ ചെയ്തിട്ട് അതെല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ അനുഭവങ്ങൾ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇപ്പോൾ ഈ കരിയറിൽ വരുന്ന ഇപ്പോൾ സെറ്റ് ബാക്സുകൾ അന്നത്തെ കാലത്ത് തുടക്കത്തിലാണെങ്കിൽ ചിലപ്പോൾ അത്ര അധികം എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ വളരെ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞിട്ട് ഒരുപാട് ഇതായി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാരണം സാറിൻ്റെ സമയമാണെന്നുണ്ടെങ്കിലും ഒരുപാട് വാല്യൂബിളാണ്. കാരണം ആ സിനിമയ്ക്ക് അല്ലെങ്കിൽ മറ്റു സിനിമയ്ക്ക്. അപ്പം ഇന്നത്തെ സമയത്ത് അങ്ങനെ വരുന്ന എന്താ പറയുക ചില വർക്കുകൾ വിചാരിച്ച പോലെ ആകുന്നില്ല, അതല്ലെങ്കിൽ വിജയിക്കുന്നില്ല, അതല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കുന്നില്ല എന്നുള്ളത്. അതെങ്ങനെയാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ അങ്ങ് ഹാൻഡിൽ ചെയ്യുന്നത്? അല്ല, ഇപ്പോഴും നമുക്കിപ്പോൾ ഈ സിനിമ എന്ന് പറയുന്ന സാധനം വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സംഗതിയാണ്. അത് പിന്നെ എത്രയോ സിനിമകൾ എനിക്കറിയാം, എത്രയോ വളരെ ആവേശത്തോടു കൂടിയിട്ട് അതിന് തുടങ്ങി വെച്ചിട്ട് തുടക്കത്തിലോ അല്ലെങ്കിൽ പകുതിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ പ്രത്യേക ഘട്ടത്തിലോ അത് പിന്നെ ഇല്ലാതായി പോയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിപ്പോൾ യൂസ്ഡായി, അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും വിചാരിച്ച പോലെ തന്നെ എല്ലാം ആയിക്കൊള്ളുന്നില്ല. തീർച്ചയായിട്ടും കുറേ പാട്ടുകൾ അങ്ങനെ ആർക്കും ഇല്ലാതെ പോയി എന്നുള്ളൊരു വിഷമമുണ്ടാവും. അതിൻ്റെയൊക്കെ വിധി അതായിരിക്കും വിചാരിക്കത്രേ ഉള്ളൂ. പിന്നീട് ആ പാട്ടുകൾ റിലീസ് ചെയ്യാനോ അങ്ങനെ അല്ലെങ്കിൽ കാരണം ഒരു സിനിമയുടെ അല്ലാണ്ട് റിലീസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും നടത്തി? എൻ്റെ കയ്യിലല്ലല്ലോ. നമുക്ക് ഒരു എഴുത്തുകാരെന്നുള്ള എനിക്ക് നമ്മളത് പാട്ട് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ എന്തെങ്കിലും അവരതിനൊരു പ്രതിഫലം തന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇത് കഴിഞ്ഞു, അതിനുള്ള അവകാശമൊന്നും പിന്നില്ല. പിന്നെ അവർക്കാണല്ലോ അവരാണല്ലോ അത് ചെയ്യേണ്ടത്. അങ്ങനെ പലരും അപൂർവം ചിലരൊക്കെ ചെയ്തിട്ടുണ്ട്. ചില വീഡിയോ ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ അടുത്ത് തന്നെ ഇപ്പോൾ ഒരു സാധനം വരാൻ പോകുന്നുണ്ട്. യൂസഫ് എന്ന് പറയുന്ന ഒരാൾ ഞങ്ങൾ സിനിമയ്ക്ക് വേണ്ടി ചെയ്തതായിരുന്നു. മുന്തിരി കണ്ണും പൂട്ടി എന്ന് പറയുന്ന ഒരു പാട്ടാണത്. ഒരു മാപ്പിളപ്പാട്ട് സ്റ്റൈലിലുള്ളൊരു പാട്ടാണ്. അപ്പോൾ അത് സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാണ്, പക്ഷേ സിനിമ നടന്നില്ല. അപ്പോൾ ആ പാട്ട് അദ്ദേഹം ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ അടുത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചിലർ ചെയ്യാറുണ്ട്, ചിലർ പിന്നെ തീരെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അങ്ങക്ക് ആദ്യമായിട്ട് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടുന്നത് പ്രണയകാലം എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ്. അന്നത്തെ കാലത്ത് ആ സിനിമയിലെ പാട്ട് എന്ന് പറയുന്നത് ഈ പ്രണയിക്കുന്നവർക്ക് മറ്റുള്ളവർക്കൊക്കെ വളരെയധികം ഹൃദയത്തിൽ കൊണ്ടു നടന്നിരുന്ന ഒരു പാട്ടാണ്. അപ്പോൾ അത്ര നാൾ എഴുതിയിരുന്നതിൽ നിന്നും ഒരു അവാർഡ് കിട്ടിക്കഴിയുന്ന സമയത്ത് നമുക്ക് ശരിക്കും പറയണമെങ്കിൽ അതൊരു പ്രഷറും കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ സന്തോഷമാണ്, അതേപോലെ തന്നെയുള്ള എൻ്റെ അടുത്തുള്ള പ്രതീക്ഷകൾ കൂടുതലാണെന്നോ ഉള്ളൊരു പ്രഷറും കൂടിയാണ്. അപ്പോൾ ഈ ഒരു അവാർഡ് എന്ന രീതി കിട്ടി കഴിഞ്ഞതിന് ശേഷം സാറിൻ്റെ എഴുത്തുകാരന് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് അത് ബാധിച്ചത്? അതല്ലെങ്കിൽ നമുക്ക് പറയില്ലേ അതിൻ്റെ ഒരു ഈഗോ വരാണ്ടും നോക്കണം, അതിൻ്റെ ഒരു അഹങ്കാരം വരാണ്ടും നിൽക്കണം എന്നുള്ളത്, അതെന്തായിരുന്നു? അതൊന്ന് പറയാമോ? അതായത് ഈ എഴുത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം സിനിമാ ഗാനമായാലും ശരി, കവിതയാണെങ്കിലും ശരി, എന്തെഴുതുമ്പോഴും ആദ്യമായിട്ട് ഒരു പാട്ടെഴുതുന്ന ഒരു രീതിയിലാണ് ഇപ്പോഴും ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ വേണമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അതിനൊരു കാരണം ഇത് ഭാഷയായിട്ടും കവിത, ഭാഷ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നൊരു ഏർപ്പാടാണ്. അതങ്ങനെ ഈസി ആയിട്ടുള്ളൊരു സംഗതിയല്ല. കാരണം അത് പിന്നെ കാലാകാലങ്ങളോട് നിൽക്കുന്നതാണ്, പിന്നെ മനുഷ്യർക്ക് ഒരുപാട് സമൂഹം ശ്രദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു ഉത്തരവാദിത്വം ബോധം എപ്പോഴും ഉണ്ടായിരിക്കും എഴുത്തുകാരന്. അതുകൊണ്ട് അവാർഡ് കിട്ടിയോ ഇല്ല എന്നുള്ളതല്ല, ഏതൊരു പ്രോജക്റ്റിൽ നമ്മൾ ഇറങ്ങുമ്പോഴും അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ഏറ്റവും ആദ്യം ചെയ്യുന്നത് പോലെ ഏറ്റവും തുടക്കക്കാരനുണ്ടാവുന്ന അതേ ഒരു പിന്നെ ഉത്തരവാദിത്വ ബോധവും പ്രഷറും ടെൻഷനും ഞാനിപ്പോഴും അനുഭവിക്കാറുണ്ട്. അലക്കത്തൊക്കെ കുറേ ചെയ്ത് കഴിഞ്ഞ് ഈസി അങ്ങനെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഈ 2009 സൂഫി പറഞ്ഞ കഥയ്ക്കും അങ്ങേക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ രണ്ടെണ്ണത്തിലും ഞാൻ ഒബ്സർവ് ചെയ്തിട്ടൊരു സിമിലാരിറ്റി എന്ന് രണ്ടും പ്രണയകഥകൾ പറയുന്നതാണ്.
അപ്പോൾ പ്രണയം എന്ന് പറയുന്നത് ഇപ്പോൾ സാറിന് പല കവിതകളും ബാക്കി എഴുതുന്ന സമയത്ത് പ്രണയം എന്നുള്ളതും ആ ഒരു ഇമോഷനെ കുറച്ചും കൂടെ വളരെ സൗന്ദര്യമായിട്ടാണ് സാറ് പ്രസൻറ്റ് ചെയ്യുന്നത്. അത് എന്തെങ്കിലും ചിലപ്പോൾ അത് വിരഹമായിരിക്കാം, അങ്ങനെ ആയിരിക്കാം. അത് സാറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇതുള്ളത് കൊണ്ടാണോ, അതല്ലെങ്കിൽ ആ ജോണർ എഴുതാൻ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണോ പ്രണയം എന്നുള്ള വികാരം വളരെയധികം മനോഹരമായിട്ട് അവാർഡ് കിട്ടുന്ന രീതിയിൽ അത്ര മനോഹരമായിട്ട് എഴുതാനായിട്ട് ഉള്ള ഒരു പ്രചോദനം? അല്ല, ഒന്നാമത് ഈ നമുക്ക് സിനിമ ആവശ്യപ്പെടുന്നതല്ലേ എഴുതാൻ പറ്റുള്ളൂ. സിനിമയുടെ പ്രമേയം മിക്കവാറും എല്ലാ സിനിമകളിലും പ്രണയമായിരിക്കും ഒരു പ്രധാന പ്രമേയം എന്ന് പറയുന്നത്. പിന്നെ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും പ്രണയമുണ്ട്, പ്രണയമില്ലാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ അത് പിന്നെ എഴുതാനും സന്തോഷകരമായിട്ടുള്ളൊരു ഇഷ്ടമുള്ള വിഷയം തന്നെയാണ്. അപ്പോൾ മിക്കവാറും എല്ലാ സിനിമകളുടെയും പ്രമേയം പ്രണയമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ടും പ്രണയ ഗാനങ്ങൾക്ക് കൂടുതൽ ആർദ്രതയും കൂടുതൽ ആകർഷണീയതയും പെട്ടെന്ന് തന്നെ ആളുകളുടെ മനസ്സിലേക്ക് ചെല്ലുന്ന ഒരു സംഗതിയൊക്കെയാണ്. അത് അങ്ങനത്തെ ഒരു വികാരമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്രയേ ഉള്ളൂ. അത് ഇപ്പോൾ എല്ലാ എഴുത്തുകാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ സിനിമാ ഗാനങ്ങൾ എഴുതുന്ന എല്ലാവരും നേരിടുന്ന ഒരു വിഷയം തന്നെയാണ്. അവർക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട വിഷയം പ്രണയം തന്നെയായിരിക്കും. മറ്റു വിഷയങ്ങളൊക്കെ അത്ര കുറവായിരിക്കും. അതാണ് അത്രയേ ഉള്ളൂ. അതിൽ ഏതാണ് സാറിന് മീൻസ് ഏറ്റവും ഇഷ്ടമുള്ള എഴുതാനായിട്ട്? ഇപ്പം നമുക്ക് എല്ലാവർക്കും ഓരോ ഇതുണ്ട്. ഇപ്പോൾ പ്രണയം എന്ന് പറയുന്നത് സിനിമയിൽ ആവശ്യപ്പെടുന്നു, പക്ഷെ നമുക്ക് പേഴ്സണലി ഇഷ്ടമുണ്ടോ? ഓക്കെ, എനിക്ക് ഈ ജോണറിലുള്ള പാട്ടുകൾ എഴുതണം. അതേപോലെ തന്നെ എഴുതാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്ന ചില ജോണേഴ്സ് ഉണ്ടോ? അങ്ങനെയുള്ള പാട്ടുകൾ മീൻസ് ജോണേഴ്സ് ഏതൊക്കെയാണ്? അല്ല, എനിക്ക് പൊതുവേ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും പ്രമേയങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കേരള കാഫേ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. അതിൻ്റെ ഒരു ടൈറ്റിൽ സോങ് പോലെ കഥയ മാമ എന്നുള്ളത് അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സോങ്ങാണ്. അതുപോലെ പിന്നെ മഹേഷിൻ്റെ പ്രതികാരത്തിൽ ഇടുക്കിയെ പറ്റിയുള്ളൊരു പാട്ട് വന്നു, അത് ഡിഫറെൻ്റ്. അതുപോലെ മറ്റേ സോൾട്ട് ആൻഡ് പെപ്പറിൽ ഭക്ഷണത്തെ പറ്റിയിട്ടുള്ള പാട്ട്. കാരണം ഇതൊക്കെ നമുക്കൊരു ചാലഞ്ചിങ് ആണ്. കാരണം മറ്റേ പ്രണയഗാനങ്ങളിൽ ഒരുപാട് നമുക്ക് അവസരങ്ങൾ വരും. അത് ഒരുപാട് ആൾക്കാർ എഴുതി കഴിഞ്ഞിട്ടുള്ളതാണ്. അത് പിന്നെ ഒരു പുതിയത് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ഒരു ടാസ്ക്കാണത്. കാരണം ആവർത്തിക്കപ്പെട്ടിട്ടുള്ള കുറേ വിഷയങ്ങൾ, നിലാവും മഴയും പൂമ്പാറ്റയൊക്കെ എല്ലാവരിലും ഉണ്ടാവും. അപ്പോൾ ആ പുതിയ ഒരു ബിംബം കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പുതിയ ഫ്രഷ് ആയിരിക്കണം എന്ന് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അതല്ലാത്ത വിഷയങ്ങൾ വരുമ്പോൾ ഫിലോസഫിക്കലായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇതേപോലത്തെ പിന്നെ അങ്ങനത്തെ കുറേ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ജോണറിലുള്ള പാട്ടുകൾ വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നാറ്. അപ്പോൾ ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നത് സെയിം തന്നെയാണോ? ചാലഞ്ചിങ് ആണ്. അതെല്ലാം ചാലഞ്ചിങ് തന്നെയാണ്. ഏത് പാട്ട് കിട്ടുമ്പോഴും നമുക്ക് ചാലഞ്ചിങ്. അതെങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ച് മിക്കവാറും ട്യൂണാണല്ലോ കിട്ടുന്നത്. ആദ്യം ആ ട്യൂണനുസരിച്ച് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ആ ട്യൂണിനോട് കിടപിടിക്കുന്ന രീതിയിൽ ട്യൂണിനൊരു ഭംഗം വരുത്താതെ അവരാഗ്രഹിക്കുന്ന ആശയങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് എഴുതുക എന്നുള്ളത് ചാലഞ്ചിങ്ങാണ്. ആ ചാലഞ്ച് ഏറ്റെടുക്കുന്നതും ഒരു സുഖം തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് ഇതിൽ വരികൾ എഴുതി സിനിമയുടെ പാട്ടിലും ബാക്കിയുള്ളതിലും വരികൾ എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിലാണെന്നുണ്ടെങ്കിലും സ്വന്തം പ്രതിഭ തെളിയിക്കുകയും അതേപോലെ തന്നെയാണെങ്കിലും ആ ഫീൽഡിലും ഒരുപാട് കാര്യങ്ങളും എഴുതി വെച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് എന്താ പറയുക, ഒരു ഇച്ചിരി ക്യൂരിയസ് ആയി ഫീൽ ചെയ്തത്, സാർ ഡിഗ്രി ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്, പക്ഷേ മലയാള സാഹിത്യത്തിലാണ് എഴുതിയിട്ടുള്ളത്. എനിക്ക് ഇംഗ്ലീഷിൽ ഞാൻ എഴുതിയതൊന്നും കണ്ടില്ല. ഇനി മീൻസ് നമ്മൾ ശ്രദ്ധിക്കപ്പെടാണ്ട് പോയതാണോ എന്നറിയില്ല. അതെന്തുകൊണ്ടാണ് മലയാളത്തിൽ തന്നെ ഇംഗ്ലീഷ് മീൻസ് ഒരു ഡിഗ്രി എടുത്തിട്ട് മലയാളത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് എഴുതാമെന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് വന്നത്? അല്ല, ഞാൻ ഈ കോളേജിൽ ഡിഗ്രി എടുക്കുന്നതിന് മുമ്പ് തന്നെ കവിത എഴുതി തുടങ്ങിയിട്ടാണ്. അപ്പോൾ എൻ്റെ കവിതയുടെ അഭ്യാസം എന്നൊക്കെ പറയുന്നത് ഒരു പ്രീ ഡിഗ്രി ഒരു ഹൈസ്കൂൾ കാലം മുതലേ തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കിതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതൊന്ന് പഠിച്ചു, വായിക്കാൻ, പിന്നെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അല്ലാതെ എഴുതാനൊന്നും എനിക്കതിന് അത്ര ഇത് പോരാ എന്നാണ് എനിക്ക് ആത്മവിശ്വാസം ഇല്ല, അതിൽ കോൺഫിഡൻസ് ഇല്ല ഇംഗ്ലീഷിൽ. ഇപ്പോൾ കാരണം ഇംഗ്ലീഷ് ഇങ്ങനെ ഇപ്പോൾ ഒരുപാട് ഡെവലപ്ഡായി. ഇപ്പോൾ പുതിയ ഇംഗ്ലീഷൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിൽ തന്നെ ഫുള്ളായിട്ടും കംപ്ലീറ്റ് ആയിട്ട് അതിൽ മുഴുകണം, എന്നാൽ മാത്രമേ അത് പറ്റുള്ളൂ. അങ്ങനെ ഫോളോ ചെയ്യാനൊന്നും പറ്റാറില്ല. പഠിക്കാൻ വേണ്ടി പഠിച്ചു, അത്രേ ഉള്ളൂ. സർ, ഇപ്പോൾ എന്താ പറയുക, സാറിൻ്റെ എഴുത്തിലേക്ക് വന്നത് പറഞ്ഞു, എഴുത്തിൻ്റെ വഴി പറഞ്ഞു, അതേപോലെ തന്നെ സംഗീത സംവിധായകരായിട്ടുള്ളതെല്ലാം പറഞ്ഞു. പക്ഷേ പലർക്കും ഇപ്പോഴും കൃത്യമായിട്ട് അറിയാത്തൊരു കാര്യമാണ് ഈ ഒരു ലിറിസിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു സംവിധാനം, സിനിമയുടെ സംവിധാനം, സംഗീത സംവിധാനം ബാക്കിയായിട്ടുള്ള എങ്ങനെയാണ് ഈ എഴുത്തെന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്? അതായത് ആദ്യം തന്നെ ഇവരൊരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്തിട്ട് സാറിൻ്റെ അടുത്തേക്ക് വരുന്നതാണോ, അല്ലെങ്കിൽ ഈ ഡയറക്ടർ ഈ സാഹചര്യം ഒക്കെ ഡിസ്കസ് ചെയ്ത് സാർ വരികൾ എഴുതിയിട്ടാണോ മ്യൂസിക് ഡയറക്ടറിൻ്റെ കൊടുക്കുന്നത്? എങ്ങനെയാണ്? പിന്നെ അതേപോലെ തന്നെ ആണെങ്കിൽ ഒരു തീം എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ 3 പേരും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യും. ആ ഒരു പ്രോസസ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ?
ഈ ചലച്ചിത്രഗാന കലയുടെ അതിനൊരു ചരിത്രമുണ്ട്. അത് ഒരുപാട് പരിണാമങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ്. ഇന്നത്തെ രീതിയിൽ വെച്ചിട്ടല്ല നമുക്ക് നോക്കുക അതിന്. അപ്പോൾ ആദ്യകാലത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സിനിമ തുടങ്ങുന്നതിനേക്കാളും മുമ്പ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പാട്ടിനെ അവർ കണ്ടിരുന്നു. കാരണം അന്ന് വേറെ പാട്ടുകളൊന്നും ഇല്ല, നമുക്ക് സിനിമാ പാട്ടുകൾ മാത്രമേ ഉള്ളൂ. അത് റേഡിയോയിലൂടെ വരണം, അല്ലാണ്ട് വേറൊരു മാർഗ്ഗമില്ല കേൾക്കണമെങ്കിൽ. റേഡിയോയിലൂടെ വരുന്ന തന്നെ ആകാശവാണി തീരുമാനിക്കുന്ന സമയത്ത് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. ഇപ്പം അങ്ങനെയൊന്നുമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പാട്ടുകൾക്ക്, അപ്പോൾ സിനിമയിലെ പാട്ടുകൾ ആളുകൾ വളരെയധികം ഒരു സിനിമ ഇറങ്ങുന്നേക്കാൾ മുമ്പ് തന്നെ അതിലെ പാട്ടുകളെ പറ്റിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പഴയ സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോൾ ആദ്യം തന്നെ വയലാർ, പി ഭാസ്കരൻ, അത് പഴയ സിനിമകൾ കണ്ടിട്ടുള്ളവർക്കറിയാം, സ്ക്രീനിൽ അതാണ് കാണിക്കുക. അപ്പോൾ ഇവർ സിനിമയ്ക്ക് മുമ്പ് തന്നെ അവരിരുന്ന് സംഗീത സംവിധായകനും പിന്നെ മ്യൂസിക് ഗാനരചയിതാവും ഡയറക്ടറൊക്കെ കൂടി ഇരുന്ന് കുറേ ദിവസങ്ങളോളം ഇരുന്നിട്ടാണ് പാട്ടിൻ്റെ കാര്യങ്ങൾ. അന്ന് വരികൾ എഴുതും. ആദ്യം വരികൾ എഴുതിയിട്ട് അതിന് പലതരത്തിലുള്ള ട്യൂൺ ചെയ്യും, മറ്റവർക്ക് ഇഷ്ടപ്പെട്ട ട്യൂണിൽ അത് റെക്കോർഡ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ആ കാലങ്ങൾ മാറി 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 ഈ ഏറ്റവും പുതിയ കാലം ഇന്നല്ല കുറേ കാലങ്ങളായിട്ട് ഉള്ളൊരു സമ്പ്രദായം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ട്യൂൺ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആദ്യം കാരണം സിനിമയുടെ പഴയ കാലത്ത് പോലെയുള്ള അല്ല, അതിൻ്റെ രൂപഭാവങ്ങളൊക്കെ മാറി, സിനിമയുടെ ടെമ്പോ മാറി, അതിൻ്റെ സ്പീഡ് മാറി, പല കാര്യങ്ങളിലും വ്യത്യാസം വന്നു. അപ്പോൾ അതിനോട് യോജിച്ച് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു ആലോചിച്ചാൽ മതി, പഴയ ഒരു പാട്ട് ഏതെങ്കിലും നല്ല പാട്ട്, ഭാസ്കരൻ മാഷിൻ്റെ വയലാറിൻ്റെ വയൻപിയുടെ നല്ലൊരു പാട്ട് ഇന്ന് ഇറങ്ങിയിട്ടൊരു സിനിമയിൽ ഫിറ്റാവുമോ എന്ന് നോക്കിയാൽ മതി. ഫിറ്റാവില്ല ഒരിക്കലും, അത് ഭയങ്കരമായിട്ട് മുഴച്ച് നിൽക്കും. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് സിനിമയ്ക്ക് പറ്റിയ പാട്ടുകളൊന്നും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ ട്യൂൺ ചെയ്യുന്നു. ആദ്യം ട്യൂൺ ചെയ്തിട്ട് പലരും ഒരുമിച്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ എം ജയചന്ദ്രനൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് ചിലപ്പോൾ അതിന് മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ട്. ആദ്യം ഒരു പല്ലവി എഴുതും, അതിന് ട്യൂൺ ചെയ്യും, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ട്യൂൺ തരും, ഞാനതിന് വരികൾ എഴുതും. അങ്ങനെയൊക്കെ ഉള്ള പ്രോസസ്സായിട്ട് പോകാറുണ്ട്. പക്ഷേ അധികം നടക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഫുൾ പക്ക ആയിട്ടുള്ള ഒരു ട്യൂൺ തരികയാണ്. താനാനാനാനാനാനാനാനാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്യൂൺ നമുക്ക് തരുന്നു, അതിനനുസരിച്ച് നമ്മൾ എഴുതുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തകരാറുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അത് സംഗീതപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഫോണിലൂടെ, ഇപ്പോൾ അധികം ഫോണിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരുമിച്ചിരുന്നിട്ടുള്ള പാട്ടെഴുത്തൊക്കെ വളരെ കാലങ്ങളായിട്ട്, ഇപ്പോൾ കോവിഡിന് ശേഷം പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല. അപ്പോൾ മറ്റേത് ഒരുമിച്ച് ഞങ്ങൾ ഇരുന്നിട്ട് തന്നെയാണ്. ഇപ്പോൾ ആമിയൊക്കെ ഉള്ള ആമി പറഞ്ഞ സിനിമയിലൊക്കെ, അതുപോലെ 19-ാം നൂറ്റാണ്ട്, ഇതിലൊക്കെ ഞാൻ ജയചന്ദ്രനും ദിവസങ്ങളോളം ഇരുന്ന്, അതുപോലെ ഒറ്റ എന്ന് പറഞ്ഞ സിനിമ വന്നിരുന്നു റസൂൽ പൂക്കുട്ടിയുടെ. അങ്ങനെയുള്ള കുറേ സിനിമകൾക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ്. പക്ഷേ മറ്റ് പല സിനിമകൾക്ക് ഏറ്റവും അവസാനത്തെ ഇപ്പോൾ പറഞ്ഞ സിനിമ ഉൾപ്പെടെ, ബൊഗൈൻവില്ല ഉൾപ്പെടെയുള്ള സിനിമകൾ ട്യൂൺ നമുക്ക് തരുന്നു, ഞാൻ വീട്ടിലിരുന്നിട്ട് എഴുതുന്നു, വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നു, എന്നിട്ട് എന്തെങ്കിലും കറക്ഷൻസോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് മാറ്റി കൊടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗായകരായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഒന്നും ഉണ്ടാവാറില്ല. റെക്കോർഡിങ് പണ്ടൊക്കെ കുറേ റെക്കോർഡിങ്സിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുറേ കാലമായിട്ട് ഒന്നും നമുക്ക് അറിയാറില്ല. അപ്പോൾ റെക്കോർഡ് ചെയ്ത് തന്നെ നമ്മളറിയില്ല. പാട്ട് ചിലപ്പോൾ യൂട്യൂബിൽ വരുമ്പോഴേക്കേ അറിയുള്ളൂ. എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് കൂടിയിട്ട് ഈ രചയിതാവിൻ്റെയൊക്കെ ഒരു ഡ്യൂട്ടി അവസാനിച്ചു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ സംഗീത സംവിധാനം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഏതെങ്കിലും രീതിയിൽ അവർ ലിറിക്സ് മാറ്റുകയോ ചേഞ്ച് ചെയ്യുകയോ, കാരണം ചിലപ്പോൾ ഇതാവുന്ന സമയം, അതല്ലെങ്കിൽ സാറിനോട് തന്നെ പറഞ്ഞിട്ട് ഓക്കെ ഈ ഭാഗം മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെയാണോ? അങ്ങനെ ചെയ്യാറില്ല. അവരുടെ സ്വന്തം ഇഷ്ടത്തിലൊന്നും ആരും ചെയ്യാറില്ല. അത് അങ്ങനെ ചെയ്യില്ല. ചിലപ്പോൾ അങ്ങനെ ഒട്ടുമിക്കവാറും എല്ലാം പക്ക അതിന് ശേഷമാണ് റെക്കോർഡിങ്ങിന് പോകാറുള്ളൂ. അല്ലാതെ അങ്ങനെ റെക്കോർഡിങ്ങിന് ഇരിക്കുമ്പോൾ മാറ്റിയിട്ടുള്ള സംഭവങ്ങളൊക്കെ വളരെ അപൂർവമായിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് കാണുന്നതാണ് അന്യനാട്ടിൽ അല്ലെങ്കിൽ അന്യഭാഷാ ഗായകരെ കൊണ്ട് മലയാളം പാടിപ്പിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറൊക്കെ വളരെ എന്താ പറയുക മനോഹരമായ കവിതയെ ഉൾക്കൊണ്ടുള്ള സാഹിത്യം വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ചിലപ്പോൾ അവരുടെ അക്ഷരസ്ഫുടതയോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇതിലൂടെ ആ ഭാഷയിലൂടെ പറയാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താ ചെയ്യുക? കാരണം ഓൾറെഡി ഡിസൈഡ് ചെയ്തല്ലോ ഇന്ന ആളെ കൊണ്ടാണ് ഈ പാട്ട് പാടിപ്പിക്കുന്നതെന്ന്. അതല്ലെങ്കിൽ പിന്നീട് ആണോ എന്താണ് ആ ഒരു ഇത് നടക്കുന്നത്? എന്താ ഒട്ടുമിക്കവാറും ആൾക്കാരൊന്നും ഈ പാട്ട് ചെയ്യുന്ന സമയത്ത് ആരാണ് പാടുന്നത് എന്നുള്ളതോ ഒന്നും പറയാറില്ല. അങ്ങനെ പറയുമ്പോൾ കുറച്ച് സത്യത്തിൽ സൗകര്യമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പുറത്തുള്ള ഒരാളാണ്, ഇപ്പോൾ ശ്രേയ ഘോഷാലിനെ പോലെ ഒരാളാണ് പാടുന്നത് എന്ന് നമുക്കറിയാമെങ്കിൽ നമുക്ക് എഴുതുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. കാരണം അവർക്ക് ഈ സ്വാഭാവികമായിട്ടും മലയാളി അല്ലാത്ത ആളുകൾക്ക് ചില വാക്കുകളൊക്കെ ഉച്ചരിക്കാൻ പ്രയാസം ഉണ്ടാവും. ഇപ്പം നനയുക എന്നുള്ള വാക്ക് മലയാളിക്കേ പറയാൻ പറ്റുള്ളൂ. കാരണം മറ്റവർക്കെല്ലാം നാ തന്നെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നാ മാത്രമേ, ഒരു രണ്ടും കൂട്ടിയിട്ട് അങ്ങനെ വരില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷെ അതൊന്നും നമ്മൾ അറിയാറില്ല. അത് മാത്രമല്ല ഈ ഫീലൊന്നും
കൃത്യമായിട്ട് വന്നോളണമെന്നില്ല. കാരണം വരികളുടെ അർത്ഥം മനസ്സിലാവാത്തതുകൊണ്ട്. അതിപ്പോൾ മലയാളി ഗായകർക്കും അർത്ഥം മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ, മലയാളികളാണോ എന്ന് പ്രതീക്ഷിക്കാമല്ലോ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പണ്ട് തൊട്ടിട്ടുള്ള സംഗീത സംവിധായകരും കമ്പോസേഴ്സും ബാക്കിയുള്ള എല്ലാവരുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതും പറയുന്ന ന്യൂജൻ ഡയറക്ടേഴ്സ് ആയിരിക്കാം ഇതായിട്ട്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ്, ഏതെങ്കിലും ഒരു സിനിമയുടെ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും? ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാം ചാലഞ്ചിങ് തന്നെയാണ്. ഞാനിപ്പോൾ ഇതിൽ മലയാള ചലച്ചിത്രഗാന കലയുടെ പാട്രിയാർക്കെന്നോ കുലപതി എന്നൊക്കെ പറയാവുന്ന ദക്ഷിണാമൂർത്തി സ്വാമി മുതൽ ഇപ്പോൾ ഏറ്റവും പുതിയ സുശീൽ ശ്യാമോ അങ്ങനെയുള്ള ആളുകളൊക്കെ വരെയുള്ള ഏറ്റവും പുതിയ ആളുകൾ വരെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരെയും നമ്മൾ ചെയ്യുമ്പോൾ അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള സവിശേഷതകളുണ്ട്. അപ്പോൾ അത് ഓരോന്നും ചാലഞ്ചിങ് തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ച രീതിയിൽ അവർക്ക് തൃപ്തികരമാവുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു ചാലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നത്. പലതും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ചില ട്യൂണുകൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. മാത്രമല്ല അതിൽ ഈ ഡയറക്ടേഴ്സിന് അവരുടെ ഉള്ളിൽ കുറേ കാര്യങ്ങളുണ്ടാവും. പാട്ടിനത്രയും എല്ലാം താങ്ങാൻ പറ്റില്ല. മാത്രമല്ല അത് വേറെ ഒരാളെ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അയാൾ ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളെ ഏൽപ്പിക്കേണ്ടത്. അല്ലാതെ എല്ലാ കാര്യങ്ങളും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ നടക്കില്ല അത്. അപ്പോൾ അങ്ങനെയുള്ള ചില കോൺഫ്ലിക്ട്സ് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇപ്പോൾ ഡയറക്ടറുടെ മനസ്സിൽ പല ഐഡിയകളുണ്ടാവും. അത് ഒരു പാട്ടിലേക്ക് ഒതുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പാട്ടെന്ന് പറയുന്നത് പാട്ടാണല്ലോ. അത് മാത്രമല്ല അത് ഇവർ തന്നിട്ടുള്ള ഈ ട്യൂണിൻ്റെ അകത്ത് ഒതുങ്ങി നിൽക്കും വേണം. അങ്ങനെയുള്ള ചാലഞ്ചിങ് ആണത്. അപ്പോൾ അങ്ങനെ അപൂർവ സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ചില സ്ട്രെയിൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ടൂൺസ് ഇതൊക്കെ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ മ്യൂസിക് വെച്ചിട്ട് എക്സ്പീരിയൻസ് ഞാൻ വളരെയധികം പാട്ടുകൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഗോപി സുന്ദരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഗോപിയുടെ പാട്ടുകളും ചില ഏറ്റവും വളരെ ലളിതമായ രീതിയിലുള്ള ട്യൂണുകൾ അദ്ദേഹം ചെയ്യും. ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ചെയ്യും. ഇനി പഴയ രീതിയിലുള്ള വേണോ, പഴയ കാലത്തിൻ്റെ അതും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ചെയ്യാറ്. അപ്പോൾ ചിലപ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ ചിലതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. പക്ഷെ അത് ഞങ്ങൾ മറികടന്നിട്ടുണ്ട് അതിനൊക്കെ. ഇപ്പോൾ വർഷങ്ങളായിട്ട് സാറ് ഈ ഒരു സിനിമാ മേഖലയിലുള്ള ആളാണ്. അപ്പോൾ ഈ സിനിമേനെ വളരെയധികം അടുത്ത് കണ്ടിട്ടുള്ളതാണ്. അതായത് ഇപ്പം നമ്മൾ പറയുമ്പോൾ പലരും പറയുന്നത് ന്യൂ ജനറേഷൻ മൂവിയെന്നും പണ്ടത്തെ കാലത്തെ മൂവിയെന്നും പണ്ടത്തെ ഇതെന്നുള്ളത്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് സാറ് നോക്കി കണ്ടിട്ടുള്ളത് ഈ സിനിമയുടെ മാറ്റത്തെക്കുറിച്ച്? ഈ സിനിമയുടെ സംവിധാനം ടെക്നിക്കൽ സൈഡായിരിക്കാം, അല്ലെങ്കിൽ സംഗീതത്തിൻ്റെതായിരിക്കാം. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് സിനിമ ഇത്രയും വർഷത്തിൽ മാറിയിട്ടുള്ളത് സാറിൻ്റെ കണ്ണിലൂടെ? അല്ല, അത് ഒരു വലിയൊരു ഇതല്ലേ, ഒരു പരിണാമ കഥയല്ലേ. അതൊരു ഒറ്റ വാക്കിൽ പറയാവുന്നതല്ലല്ലോ. ആദ്യത്തെ ബാലനോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ബോയ് മുതൽ ഇന്നത്തെ സിനിമ വരെയുള്ള ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ വിപുലമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നീലക്കുയിൽ പോലുള്ള സിനിമയാണ് മലയാള സിനിമയിലെ ഒരു നാഴികക്കല്ല് എന്ന് പറയുന്നത്. ഓളവും തീരവും പോലുള്ള സിനിമ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറേ സിനിമകളൊക്കെ ഇപ്പോൾ ഈ ഇൻഡോർ മാത്രമായിരുന്നു ഔട്ട്ഡോർ ആയിട്ട് വരുന്നു. അത് കഴിഞ്ഞ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്ക് വരുന്നു. സാഹിത്യകൃതികളെ മാത്രം ഉപയോഗിച്ചിട്ടുള്ളായിരുന്നത് മാറിയിട്ട് അങ്ങനെ അല്ലാത്ത രീതിയിലേക്ക് അങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നിട്ട് പുതിയ കാലത്തെ സിനിമ എന്ന് പറയുന്നത് ടെക്നിക്കലി ഏറ്റവും ഇമ്പ്രൂവ്ഡാണ്. വളരെയധികം ഇമ്പ്രൂവ്ഡായിട്ടുള്ള അഭിനയത്തിൻ്റെ കാര്യത്തിലും വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു ബിഹേവിയറിംഗ് എന്ന് പറയുന്ന രീതിയിലുള്ള അഭിനയം മാറി. അഭിനയിക്കേണ്ട കാര്യമില്ല. പഴയ സിനിമയിൽ ഇപ്പോൾ വേലുത്തമ്പി തളവയെ പറ്റിയിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സിനിമകളൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള അഭിനയമൊക്കെ വേണ്ടി വരും. ഇതിലിപ്പോൾ അങ്ങനെയൊന്നുമില്ല. സാധാരണ മനുഷ്യർ പെരുമാറുന്ന പോലത്തെ അഭിനയം വരുന്നു. പ്രമേയങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. ഒരു കാലഘട്ടങ്ങളിൽ സമൂഹത്തെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിൽ വിപ്ലവം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നവോത്ഥാനപരമായിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സിനിമകൾ, ഇപ്പോൾ അശ്വമേധം, തുലാഭാരം, അനുഭവങ്ങൾ പഠിച്ചുകൾ, അങ്ങനെയുള്ള കുറേ സിനിമകൾ കൊണ്ടുണ്ടായിട്ടുണ്ട്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, അതൊക്കെ ചില സമൂഹത്തിലെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള പുരോഗമന ആശയങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊക്കെ സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറേ വെറും കച്ചവടപരമായിട്ടുള്ള സിനിമകൾ, ഒരു ഫോർമുലയ്ക്കനുസരിച്ച് ഒരു വില്ലൻ, ഒരു നായകൻ, ഒരു പ്രേമം, അങ്ങനെയുള്ള വെറും ബിസിനസ് ടൈപ്പ് സിനിമകൾ വന്നിട്ടുണ്ട്. പുതിയ കാലഘട്ടത്തിൽ സിനിമയിൽ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം കുറേ കൂടി സിനിമ എന്ന് പറയുന്നതിൻ്റെ ഗ്രാമർ, അത് കുറേ കൂടി ബോധ്യമായിട്ടുണ്ട്. അതൊരു ദൃശ്യകലയാണെന്നുള്ളതും അതിൻ്റേതായിട്ടുള്ള ചില വ്യാകരണം ഉണ്ടെന്നുള്ള രീതിയിലുള്ളൊരു കാഴ്ചപ്പാടും ഒക്കെ ആളുകൾക്ക് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരേ ഒരു പ്രശ്നം, പല സിനിമകളുടെയും പ്രമേയപരമായിട്ട് അതിൻ്റെ ഒരു കനക്കുറവ്, ഒരു ഗാംഭീര്യമില്ലായ്മ, എല്ലാത്തിനുമല്ല
മിക്കവാറും സിനിമകൾക്ക് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം 2.5 മണിക്കൂർ തന്നെ നമുക്ക് വളരെ സന്തോഷമായിട്ട് കണ്ടിരിക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊന്നും തങ്ങി നിൽക്കുന്നില്ല. പഴയ സിനിമകളിൽ പലതും വെറും കോമഡി ആണെങ്കിൽ പോലും, ഇപ്പോൾ ജഗതി ചേട്ടനൊക്കെ ചെയ്ത് അതുപോലുള്ള ആളുകളൊക്കെ ചെയ്തിട്ടുള്ള കോമഡി പോലും നമുക്ക് എത്രയോ കാലങ്ങൾക്ക് ശേഷം നമ്മളത് ഓർമ്മിക്കുന്നു. ഇപ്പോൾ ഈ മറ്റേ സത്യനന്ദിക്കാടിൻ്റെ സിനിമയൊക്കെ അല്ലേ, എന്താണ് വളരെ ഇതായിട്ടുള്ള മറ്റേ അന്തർധാര സന്ദേശം, അതിലൊക്കെ ഉള്ള അങ്ങനെയുള്ള ചില കാര്യങ്ങൾ സിനിമയുടെ മൊത്തത്തിലല്ലെങ്കിൽ പോലും ആ സിനിമയിലെ ചില കാര്യങ്ങളെങ്കിലും നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അതിപ്പോൾ അത്ര വലിയ കലാപരമായിട്ടുള്ള മൂല്യമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെ തങ്ങി നിൽക്കാവുന്ന ഡയലോഗുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ദൃശ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തമാശകളോ അങ്ങനെ ഒന്നും തന്നെ അധികം ഇല്ല. സിനിമ കഴിഞ്ഞ വളരെ സ്വസ്ഥരായിട്ട് നമ്മൾ തിരിച്ചു പോകുന്ന ഒരവസ്ഥ പല സിനിമകൾക്കും, എല്ലാത്തിനും ഞാൻ പറയുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൊത്തത്തിൽ ട്രെൻഡ് സെറ്റിംഗ് എല്ലാ കാലത്തും അങ്ങനെ തന്നെ ഉണ്ടാവാറ്. അത് നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഒരു ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കും. പേരുകൾ തന്നെ ഒരു കാലത്ത് ഇംഗ്ലീഷ് സിനിമയുടെ പേരുകളൊക്കെ ഒരു ഇംഗ്ലീഷ് പേരുകളുള്ളൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് പേരുകളിടും. പിന്നെ വലിയ പേരുകളുള്ള സമയത്ത് വലിയ പേരുകളിടും. അതൊക്കെ അങ്ങനെ ഒരു അതായത് ഇതൊരു കച്ചവടപരമായിട്ടുള്ള കാര്യം കൂടിയാണല്ലോ. എന്താണ് വിജയിച്ചത്, അതിനെ ആ ഫോർമുല മറ്റുള്ളവരും പിന്തുടരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഒരുപാട് പരീക്ഷണങ്ങൾ വരുന്നുണ്ട്. പുതിയ വളരെയധികം നമുക്ക് അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള പിന്നെ വ്യത്യസ്തതകൾ കൊണ്ടുവരാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ടത്തെ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഗാനങ്ങളായിരുന്നു. പക്ഷേ ഇന്നത്തെ ഗാനം എന്ന് പറയുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു ട്രെൻഡിന് മാത്രമുള്ള ഗാനങ്ങളായിട്ടാണ് പലപ്പോഴും നിൽക്കുന്നത്. അതേപോലെ തന്നെയാണെങ്കിലും ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ എന്തായി എഴുതി വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്ന രീതിയിൽ, കാരണം മ്യൂസിക്കിൻ്റെ ആ ഒരു ബലത്തിൽ മാത്രം പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ സാറിൻ്റെ പാട്ടുകൾക്കാണെങ്കിലും ആ കവിത നഷ്ടപ്പെടാതെ എപ്പോഴും നിൽക്കുന്നുണ്ട്, വാക്കുകൾക്കും വരികൾക്കാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രെൻഡ് അങ്ങനത്തെ ഇതിൽ എങ്ങനെയാണ് സാറ് നോക്കുന്നത്? താങ്ക്സ് ഫോർ ദ കോംപ്ലിമെൻറ്റ്. അതെന്തല്ലേ, നമുക്ക് 2 തരത്തിൽ ചെയ്യാൻ പറ്റും. ഒന്ന് വെച്ചാൽ പിന്നെ ഈ ട്യൂൺ അനുസരിച്ച് ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അർത്ഥത്തെക്കുറിച്ചൊന്നും വലിയ പിന്നെ ആങ്സൈറ്റി ഇല്ലാതെ ആ ട്യൂണങ്ങ് ഒപ്പിച്ചോടി എന്താ പറയുക, പദപ്രശ്നമൊക്കെ പൂരിപ്പിക്കുന്ന പോലെ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും. അത് ഒരുപക്ഷെ അതായിരിക്കും ചിലപ്പോൾ ഈ ഇതിൻ്റെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവും. കാരണം അവർക്കത് കേൾക്കും. പല ആൾക്കാരും ഞാനിപ്പോൾ ഈ ട്യൂൺ ചെയ്യുമ്പോൾ തന്നെ പറയാറുണ്ട്, ചില വാക്കുകളൊക്കെ ഇത്ര കടുത്ത വാക്കുകൾ വേണോ, അങ്ങനെ വേണോ, ഇങ്ങനെ വേണോ എന്നൊക്കെ, സാഹിത്യത്തിൻ്റെ വാക്കുകൾ വേണോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല അത്. കാരണം പാട്ടിന് ഒരു അർത്ഥം ഉണ്ടാവണമെങ്കിൽ, മനസ്സിൽ തങ്ങി നിൽക്കണമെങ്കിൽ നല്ല വരികൾ വേണം. നല്ല വരികളില്ലെങ്കിൽ വെറും പൊള്ള മുഴക്കം മാത്രമായിട്ട്. ഈ കാലഡോസ്കോപ്പ് അല്ലേ, കുറേ വളപ്പൊട്ടുകളിട്ടിട്ട് കുലുക്കി കഴിഞ്ഞാൽ ഒരു സാധനം ഉണ്ടാവും, ഡിസൈൻ ഭംഗിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു മനോഹരമായിട്ട് പുഷ്പം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിന് വേറെ തരത്തിലുള്ള അതിനൊരു ജീവൻ ഉണ്ടായിരിക്കും. ഇത് ജീവനില്ലാത്ത സംഗതിയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ കവിത എഴുതി ചിരിച്ച ഒരാളായതുകൊണ്ടും എൻ്റെ ഒരു തട്ടകം എന്ന് പറയുന്ന കവിത ആയതുകൊണ്ടും ഞാൻ വാക്കുകളധികം ബഹുമാനിക്കുന്നതുകൊണ്ടും അങ്ങനെ തരത്തിലുള്ള ഒരു കുറച്ചും കൂടി എന്തെങ്കിലും പുതിയ തരത്തിലുള്ള സാധനങ്ങൾ വരണം. അർത്ഥമില്ലാത്ത വാക്കുകൾ വരരുത്, വെറും കിലുക്ക മാത്രം ആവരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി എനിക്കുണ്ട്. അതുകൊണ്ട് സംഭവിക്കുന്ന അപകടങ്ങളാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ മിക്കവരും പോപ്പുലറായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, പാട്ടുകൾക്കാണെങ്കിലും പണ്ടത്തെ ആ ഒരു ചാമില്ല. മലയാളം ഗാനങ്ങളാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു എന്താ പറയുക, അതിൻ്റേതായ ഒരു മലയാള തനിമയില്ല എന്നുള്ളത്. അപ്പോൾ എന്താണ് സാറിന് തോന്നുന്നത് അതിനെക്കുറിച്ച്? അതായത് എല്ലാ കാലത്തും ഉള്ള ഒരു ചിന്തയാണത്. പിന്നെ നമുക്കത് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടുണ്ടാവും. പിന്നെ ക്ലാസിക് എന്നുള്ള സംഗതികളുണ്ട്, അത് ഒരിക്കലും ആവർത്തിക്കപ്പെടില്ല. ഇപ്പോൾ ശാകുന്തളം അതുപോലെ സംഗതി, അതൊന്നും വീണ്ടും എത്ര കാലം കഴിഞ്ഞാലും അതൊന്നും എല്ലാ കാലത്തും അതിങ്ങനെ പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു പിന്നെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതൊരിക്കലും ഇല്ലാതാവില്ല. അതല്ലാതെ പിന്നെ നമുക്ക് പഴയത് മുഴുവൻ നല്ലത്, പുതിയത് മോശം എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് നമ്മുടെ ഈ പിന്നെ സെൻസിബിലിറ്റിയുടെ ഒരു വിഷയം കൂടി ആയിരിക്കും. കുറേയൊക്കെ പുതിയ തലമുറ ആസ്വദിക്കുന്നത് പഴയ തലമുറയ്ക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ ഇതിനൊക്കെ അധികം പാട്ടിൻ്റെ കാര്യത്തിൽ പാട്ടുകളധികം നമുക്ക് നമ്മുടെ ഒരു തരം നൊസ്റ്റാൾജിയും മറ്റു പല കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. പാട്ടുകൾ വെറും ഒരു കലാപരമായിട്ടുള്ള സംഗതി മാത്രമല്ല. ഒരു പാട്ട് നമ്മൾ ആസ്വദിക്കുമ്പോൾ, ഞാനിപ്പോൾ ഒരു പാട്ട് ആസ്വദിക്കുമ്പോൾ ഒരു പക്ഷേ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് എൻ്റെ ആ കാലഘട്ടത്തിൽ ഞാൻ കേട്ടൊരു പാട്ടായിരിക്കും അത്. അപ്പോൾ എൻ്റെ ഓർമ്മകൾ ആ കാലഘട്ടത്തിലേക്ക് പോവുകയും അപ്പോൾ അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് ഒരു അനുഭൂതി എനിക്കുണ്ടായിരുന്നു വരും. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ പാട്ട് കേൾക്കുന്ന കുട്ടികൾക്കും പുതിയ തലമുറയ്ക്കും ആ പാട്ടുകളോടുണ്ടാകുന്ന ഒരു ബന്ധം അങ്ങനെയാണ് വരുന്നത്.
അപ്പോൾ അതിനെ വളരെ ഈ ഇതിൽ നിന്നൊക്കെ അടർത്തിയെടുത്തുകൊണ്ട് നമുക്ക് വെറും ഒരു കലാസൃഷ്ടി എന്നുള്ള രീതിയിൽ അതിനെ കാണാൻ പറ്റില്ല. ഇതിൽ കുറേ ഘടകങ്ങൾ അതിൽ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് പുതിയ കാലഘട്ടത്തിലെ സംഗീതം അങ്ങനെ മോശപ്പെട്ടതാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്താ വെച്ചാൽ ട്രെൻഡുകളുടെ പിന്നാലെ പോകുന്ന ഒരു സ്വഭാവം ആളുകൾക്കുണ്ട്. എന്താണോ ഒരു തരം ഒരു പാട്ട് വിജയിക്കുക അല്ലെങ്കിൽ ഒരു ട്രെൻഡായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ തന്നെ പോവുക, അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് പ്രതിഭയുടെ കുറവ് കൊണ്ട് സംഭവിക്കുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം, പുതിയ സംഗീതത്തിൻ്റെ പുതിയ മേഖലകൾ കണ്ടെത്താൻ പറ്റണം. അതാണൊരു കാര്യം. പിന്നെ അതേപോലെ തന്നെയാണെങ്കിലും ഇപ്പോൾ എന്താ പറയുക, ഈ ട്രെൻഡുകളുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടംപററി ആയിട്ടുള്ള മ്യൂസിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യത്യാസമായിരുന്നു. അപ്പോൾ സാർ എങ്ങനെയാണ് ഈ ഒരു കറണ്ട് ട്രെൻഡും ബാക്കിയൊക്കെ അപ്ഡേറ്റ് ആയിട്ട് ഓക്കെ ഇതാണ് ഇപ്പോഴത്തെ എന്നുള്ള എങ്ങനെയാണ് സ്വന്തം അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നത്? എങ്ങനെയാണ്? അല്ല, ഞാനെല്ലാം കേൾക്കാറുണ്ട്. പലതും എനിക്ക് ആസ്വദിക്കാൻ പറ്റാറില്ലെങ്കിലും അല്ലെങ്കിൽ പല എൻ്റെ ഇഷ്ടങ്ങളിൽ പെട്ടതായിരിക്കില്ല എങ്കിൽ പോലും എന്താണ് പുതിയ ലോകത്ത് നടക്കുന്നത്, പുതിയ തലമുറയുടെ ഇഷ്ടങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. അതിപ്പോൾ എല്ലാ കാര്യങ്ങളിലും, പൊളിറ്റിക്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമുക്ക് അപ്ഡേറ്റ് ആയിട്ടിരിക്കാനുള്ള ശ്രമിക്കുമല്ലോ. അങ്ങനെയാണത്. സാർ പേഴ്സണലി കേൾക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ എങ്ങനത്തെ ടൈപ്പ്? ഞാൻ എല്ലാ കാലത്തും എനിക്ക് വളരെ പഴയ പാട്ടുകൾ തന്നെയാണ് ഞാൻ ആസ്വദിച്ചിരുന്നത്. പിന്നെ അതുപോലെ ഹിന്ദിയിലാണെങ്കിലും മലയാളത്തിലൊക്കെ ഉള്ള പഴയ പാട്ടുകൾ ആണ് എൻ്റെ ഇഷ്ടപ്പെട്ട വിഷയം. ഗസലുകളൊക്കെ പോലുള്ള കാര്യങ്ങൾ, പിന്നെ മലയാളത്തിലെ പഴയ പാട്ടുകൾ. പിന്നെ മറ്റു പലതും ആസ്വദിക്കാൻ ശ്രമിക്കാറുണ്ട്. നമുക്കിപ്പോൾ നോർത്ത് ഇന്ത്യൻ മ്യൂസിക്കൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ബൗൽ സംഗീതം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിക്കും. പക്ഷേ അത് മുഴുവൻ അറിയാതെ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അതിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. എങ്കിലും എൻ്റെ വിനോദം, എൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സമയങ്ങളിൽ ഞാൻ ആസ്വദിക്കുന്നത് പഴയ മലയാളം, ഹിന്ദി ഗാനങ്ങളാണ്. മിക്ക കലാകാർക്കും എല്ലാവർക്കും ആണെന്നുണ്ടെങ്കിലും കലയോട് താവുന്നത് എന്തെങ്കിലും എന്താ പറയുക ചെറുപ്പകാലം തൊട്ടിട്ടുള്ള എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ആയിരിക്കും. ചിലപ്പോൾ ആരെങ്കിലും സമ്മാനിച്ച പുസ്തകത്തിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കേട്ട കഥകളായിരിക്കാം, അല്ലെങ്കിൽ വായിച്ചതായിരിക്കാം, അല്ലെങ്കിൽ കണ്ട സിനിമ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ആ രീതിയിൽ സാറിന് ഈ ചെറുപ്പകാലത്ത് നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എന്താണ് ഇങ്ങനെ എഴുത്തിലേക്ക്? ചെറുപ്പകാലത്ത് എൻ്റെ വീട്ടിൽ പിന്നെ ഒരു വായനയുടേതായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. എൻ്റെ ഫാദർ ഒരു അധ്യാപകനായിരുന്നു. ഞാൻ വീട്ടിലെ ഏറ്റവും ചെറിയ ഒരു ആളാണ്. കാരണം എൻ്റെ മുകളിൽ കുറേ സിസ്റ്റേഴ്സും ബ്രദേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെ നല്ല വായനാശീലമുള്ളവരായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ അവർ വായിക്കുന്ന, അവർ പറയുന്നതൊക്കെ കേട്ടിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് എനിക്കുണ്ടാവും. പിന്നെ സ്കൂളിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും വായന എന്ന് പറയുന്നത് എനിക്ക്, കാരണം ചെറുപ്പത്തിൽ ചില അസുഖങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അധികം കൂട്ടുകൂടി കളിക്കാനോ അങ്ങനെയൊന്നും പോയിട്ടില്ല. അപ്പോൾ അധികം ഏകാന്തമായിട്ടാണ് എൻ്റെ ജീവിതം ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു ആകപ്പാടെയുള്ളൊരു ആശ്രയം വായന എന്നുള്ളതായിരുന്നു. അപ്പോൾ വായനയിലൂടെയാണ് എനിക്ക് ഇതിനോടുള്ള താല്പര്യം ഉണ്ടായിട്ടുള്ളത്. സാറിൻ്റെ ഈ ബയോഗ്രഫി എല്ലാത്തിലും ചെക്ക് ചെയ്തപ്പോഴാണെന്നുണ്ടെങ്കിലും എനിക്കൊരു ക്യൂരിയസ് ആയി തോന്നിയിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാർ ഈ ഗേർഷോം, പെരുമഴക്കാലം, പരദേശി, കദാമ, സ്വപ്നസഞ്ചാരി, ആദാമിൻ്റെ മകൻ അബു, ആടുജീവിതം, ഇതൊക്കെ എഴുതുന്ന സമയത്ത് ഇതിനെല്ലാത്തിനും ഒരു സിമിലർ ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രവാസിയുടെ കഥ പറയുന്നതാണ്. അതും ഈ സിനിമകളിലെല്ലാം സംഗീതം എന്ന് പറഞ്ഞാൽ വളരെ അതിമനോഹരമായിട്ടും, അതായത് ആ ഗാനം കേട്ടാൽ നമുക്ക് ആ സിനിമയിലെ മൊത്തം ഇമോഷൻസ് അറിയാൻ പറ്റും, ആ ഒരു ക്യാരക്ടർ അനുഭവിക്കുന്ന വിഷമം മനസ്സിലാക്കാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് സിനിമ മുഴുവൻ കാണണം പോലില്ല, അത്രയും ശക്തിയായ വരികളും ഇതുമാണ്. അപ്പോൾ അത് അത്രയും ഉൾക്കൊണ്ട് എഴുതാനായിട്ടും അതിനെ കറക്റ്റായിട്ട് ഇമോഷൻസ് ആളുകളിൽ എത്തിക്കാനായിട്ടും സാറിന് പേഴ്സണലി എന്തെങ്കിലും രീതിയിലുള്ള അങ്ങനത്തെ ഒരു അനുഭവങ്ങളോ അല്ലെങ്കിൽ ജസ്റ്റ് ഈ സംവിധായകർ പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു സാറിൻ്റെ ഇമാജിനേഷൻ ഉണ്ടാക്കിയിട്ടുള്ളതാണോ? അല്ല, പ്രധാനമായിട്ടും ഒന്നാമത് എന്താ വെച്ചാൽ ഇത്തരം പ്രമേയങ്ങൾ ഞാൻ എനിക്ക് എന്നെ ഏൽപ്പിക്കുന്നതാണല്ലോ, ഞാൻ ആവശ്യപ്പെടുന്നതല്ലല്ലോ. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രവാസത്തിൻ്റെ കാര്യങ്ങളിൽ എനിക്ക് ഞാൻ പ്രവാസി ഒന്നായിരുന്നില്ല. പക്ഷേ അതെനിക്ക് നല്ല അടുത്തറിയാവുന്ന ഒരു കാര്യമാണത്. കാരണം എൻ്റെ വീട്ടിൽ തന്നെ പലരും പുറത്ത് പോയിട്ടുള്ള ആൾക്കാരാണ്, കുടുംബത്തിൽ ഒരുപാട് ആൾക്കാർ പോയിട്ടുള്ളതാണ്, സുഹൃത്തുക്കൾ ഒരുപാട് ആൾക്കാർ പോയിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ ആയിട്ടുള്ള ഒരുപാട് കമ്മ്യൂണിക്കേഷൻ എനിക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രവാസം പോലെയൊന്നും അല്ല പഴയ ഒരു 70കളിലൊക്കെ ഉണ്ടായിരുന്നത്. കുറേ കൂടി കഠിനമായിട്ടുള്ള കാര്യം. ഇപ്പം നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് മുന്നോട്ട് പോയതുകൊണ്ടും യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചതുകൊണ്ടും മറ്റ് പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടായതുകൊണ്ടൊന്നും ഇപ്പോൾ ദുബായ് അല്ലെങ്കിൽ അബുദാബി പോലുള്ള സ്ഥലത്ത് പ്രവാസമൊന്നും വലിയ പ്രവാസമായിരുന്നു വിചാരിക്കുന്നില്ല. പക്ഷെ പണ്ടങ്ങനെ ആയിരുന്നില്ല. പണ്ടൊരു കത്ത് വരണമെങ്കിൽ 1-2 ആഴ്ച, മാസങ്ങളൊക്കെ എടുക്കണം. ഒരു കത്ത് മാത്രമേ ഉള്ളൂ. ഫോൺ ചെയ്യണമെങ്കിലും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു പ്രവാസകാലം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത്തരം ആളുകളൊക്കെ ആയിട്ട് എനിക്ക് അടുത്ത് അറിയാം. എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു, എൻ്റെ ചുറ്റുപാടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതെനിക്ക് പെട്ടെന്ന് എനിക്കതിനെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അത്തരം കാര്യങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഞാൻ പ്രവാസത്തിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ പോലും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റും. എംപതി എന്ന് പറയുന്ന സാധനമാണല്ലോ പ്രധാനമായിട്ടുള്ളത്. എഴുത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം അതാണ്.
ഏതൊരു സംഗീതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളും സ്വപ്നം കാണുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് AR റഹ്മാൻ എന്ന് പറയുന്ന ഒരു പ്രതിഭ. അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എന്താണ് മീൻസ് അപ്പോൾ ആ സമയത്ത്, കാരണം ആൾക്ക് കൃത്യമായിട്ട് ആളുടേതായ മ്യൂസിക്കും വളരെ കൃത്യമായ ധാരണയുണ്ട്, അദ്ദേഹം പാടുകയും ചെയ്യുമെന്നല്ലാണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രതിഭയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് സാറിൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? AR റഹ്മാനായിട്ട് മലയാളത്തിലെ ഒരു ആദ്യത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നതാണ്. പക്ഷേ തമിഴിൽ ഡബ്ബിങ് സോങ്സൊക്കെ ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല അതുപോലെ തന്നെ രാജസാറിനായിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ രീതി, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ AR റഹ്മാൻ വളരെയധികം സ്ട്രിക്റ്റായിട്ട് മ്യൂസിക്കിൻ്റെ ചില കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളാണ്. പക്ഷേ ഇതിൽ ആ പെരിയോനെ എന്നുള്ള പാട്ട് അങ്ങനെയല്ല, അത് വരികൾ എഴുതിയിട്ട് ചെയ്തത്. അദ്ദേഹം പറഞ്ഞിങ്ങനെ വരികൾ എഴുതിക്കോളാൻ പറഞ്ഞു എന്നോട്. സാധാരണ അങ്ങനെ അവർ ചെയ്യാറില്ല, ട്യൂൺ വളരെ കൃത്യമായിട്ട് ട്യൂൺ ചെയ്തതിന് ശേഷമാണ് ഇത് വരികൾ എഴുതിയിട്ട് ആ വരികൾക്ക് ട്യൂൺ ചെയ്യുക ചെയ്തത്. എന്നിട്ട് അതിലൊരു ഹുക്ക് ലൈൻ പോലെ ഒരു പെരിയോനെ എന്നുള്ളത് അവർ ചേർക്കുക ചെയ്തത്. അങ്ങനെ ചേർക്കാൻ അവരുടെ എൻ്റെ സമൂഹത്തോട് കൂടിയിട്ട്. പിന്നെ മറ്റേ പാട്ട്, വേറെ പാട്ടും കൂടി ഉണ്ട്, നിന്നെ കിനാവ് കാണും, അത് ട്യൂൺ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. ഞാൻ വിചാരിച്ചത് ഈ പറഞ്ഞ പോലെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുമോ, ശരിയാവും. പക്ഷേ വളരെ സിമ്പിളായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റി ഭാഗ്യവശാൽ. രണ്ട് പാട്ടും, മറ്റേ പാട്ട് പിന്നെ 3 പാട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ പാട്ടും അധികം കറക്ഷൻസോ പിന്നെ ഒന്നും വേണ്ടി വന്നിട്ടില്ല, കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് നല്ലൊരു അനുഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ നമ്മുടെ രാജാ സാറിൻ്റെ കാര്യത്തിലും. ഇളയരാജ വളരെ സ്ട്രിക്റ്റാണ്, വളരെ പ്രശ്നമാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ അനുഭവം മറിച്ചാണ്. എന്നെ വളരെയധികം ഫ്രണ്ട്ലി ആയിരുന്നു. അദ്ദേഹത്തിന് അടുത്ത് പോയിരുന്നിട്ട് തന്നെയാണ് ചെയ്തത്, നേരിട്ട് ഇരുന്നിട്ടാണ്. ഇത് പിന്നെ റഹ്മാനായിട്ട് അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ 2-3 പടങ്ങൾക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ നല്ലൊരു അനുഭവമായിട്ടാണ് എനിക്കുള്ളത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ റഹ്മാൻ സാറായിട്ട് ഒരുമിച്ചിരുന്ന് മീറ്റ് ചെയ്യാനോ അങ്ങനത്തെ? ഇല്ല, ഞങ്ങൾ ഈ ഇതിൽ മാത്രം ഈ നേരിട്ട് ഉണ്ടായിട്ടില്ല, നേരിട്ട് ഇരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അതേപോലെ തന്നെയാണ് റസൂൽ പൂക്കുട്ടി സാറുമായിട്ടും ഉണ്ടായിരുന്നു, വർക്ക് ചെയ്തിരുന്നു എന്നാണ്. അപ്പം അദ്ദേഹമായിട്ടുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള മനുഷ്യനാണ്, വളരെ ഹമ്പിളായിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്യും, ഒരുമിച്ച് താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ലൊരു അനുഭവമാണ് എനിക്കത് ചെയ്തിട്ടുള്ളത്. ഈ മൾട്ടിലിംഗ്വൽ പ്രൊജക്ട്സുകൾക്ക് ഇപ്പോൾ പറഞ്ഞു മലയാളത്തിലേക്ക് ഡബ് ചെയ്യുന്ന മൾട്ടിലിംഗ്വൽ പ്രൊജക്ട്സ്, അതായത് ഇപ്പോൾ പൊന്നിയിൻ സെൽവൻ്റെ ഒക്കെ മലയാളം എഴുതിയിട്ടുള്ളത് സാറായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് എന്താ പറയുക ഈ ബാക്കിയുള്ള, കാരണം നമ്മൾക്ക് എപ്പോഴും ഒരു തമിഴ് കൾച്ചറുള്ള ഒരു ഓൾറെഡി നമുക്കറിയാം അവിടെ ആ ഒരു ഗാനം റിലീസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ തന്നെ മലയാളം എഴുതുന്ന സമയത്ത് എന്താ പറയുക നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൂടുതലാണ്. കാരണം കൾച്ചറൽ ആയിട്ടുള്ള അവിടെ മാച്ച് ചെയ്യുന്ന വരികളായിരിക്കണം, വേർഡ്സുകളായിരിക്കണം, അതിൻ്റേതായ പിന്നെ ഇവൻ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന ആ വരികളെ മാച്ച് ചെയ്യുന്നതായിരിക്കണം. ഒരിക്കലും രണ്ടും രണ്ട് രീതിയിലായത്. കാരണം ഒരുപാട് പാട്ടുകളിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാഹുബലിയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചില മലയാളം പാട്ട് വരുന്ന സമയത്തും ചില ട്രോളുകൾ പോലും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആ ഒറിജിനൽ തന്നെ കംപ്ലീറ്റ് എന്താ പറയുക അതിൽ നിന്നും ഒരുപാട് ഡീവിയേറ്റ് ചെയ്യാണ്ട് അതിൽ തന്നെ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റിയത്? എന്തൊക്കെയാണ് ആ ചാലഞ്ചസ് സാർ ഫേസ് ചെയ്തത്? ഈ ഡബ്ബിങ് സോങ്സ് പലപ്പോഴും നമ്മൾ പണ്ട് മുതലേ ഉണ്ട്. ഇപ്പോൾ പഴയ പിന്നെ കാലത്തേ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ അതൊക്കെ ഇല്ലേ ഈ എന്താണ് ചിന്നും പെൺ താരത്തിൻ ആനന്ദലീല എന്നൊക്കെ പഴയ. അപ്പോൾ അങ്ങനെ പഴയ പാട്ടുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും, ഇത് ഡബ്ബ് ആണല്ലോ എന്ന് നമുക്ക് തോന്നും. അതെനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ നമുക്ക് എന്നോട് ഇതിങ്ങനെ ആദ്യം തന്നെ ആദ്യത്തെ ഡബ്ബിങ് സോങ് അത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, വസന്തപാലയുടെ മറ്റു പടം വന്നത്. പടം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പോൾ അതിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഞാനിത് ചെയ്യാം, പക്ഷേ നിങ്ങളുടെ അതേപടി ഈ വേർഡ് ടു വേർഡ് ഇതെനിക്ക് പറ്റില്ല. നിങ്ങളെന്താണോ ഉദ്ദേശിക്കുന്നുള്ള ആശയം വെച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ചെയ്യാം. അപ്പോൾ അത് അവർ സമ്മതിക്കുകയാണ് ഞാൻ ചെയ്തത്. അങ്ങനെയാണ് ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ചിലതിലൊക്കെ നമുക്ക് വേർഡ് ടു വേർഡ് പറ്റും. കാരണം മലയാളം തമിഴാകുമ്പോൾ ഏകദേശം ഒരേപോലത്തെ പല വാക്കുകളും സെയിമാണ്. പക്ഷെ കന്നഡ തെലുങ്കൊന്നും ആകുമ്പോൾ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, കുറേ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതേപോലത്തെ വാക്കുകളോ ആശയം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ സാധാരണ മുമ്പ് ഈ ഡബ്ബിങ് സോങ്സ് എഴുതുന്ന ആൾക്കാർക്ക് പറ്റുന്നൊരു അപകടം എന്താണെന്ന് വെച്ചാൽ അവർ അതേ വാക്കുകളുടെ അതേപോലെ തന്നെ ഒരു ട്രാൻസ്ലേഷന് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് കുഴപ്പം വരുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് മാറും. നമ്മൾ അങ്ങനത്തെ ട്രാൻസ്ലേഷൻ വേണ്ടി ശ്രമിക്കരുത്. അത് ഒരു വേറൊന്നാക്കിയിട്ട് ആ ആശയം എടുത്തുകൊണ്ട് നമ്മുടേതാക്കി മാറ്റണം. അങ്ങനെയാണ് ഞാൻ ഇതിലൊക്കെ ചെയ്തിട്ടുള്ളത്. അതവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ചാലഞ്ചിങ് ആണ്, പുതിയൊരു മേഖലയാണല്ലോ അത്. അതിൻ്റെ ഒരു സുഖം കൂടി ഉണ്ട് അതിന്. അപ്പോൾ കന്നഡയും തെലുഗും അങ്ങനത്തെ ഏതെങ്കിലും ഭാഷയുടെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്, തെലുങ്കിലൊക്കെ ചെയ്തിട്ടുണ്ട്. തെലുങ്ക്, കന്നഡ, മലയാളം.
അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് സ്വര ഭാഷ ഞാനല്ല, എനിക്ക് എൻ്റെ ട്രാൻസ്ലേഷൻ ഞാൻ ചോദിക്കും, ഇംഗ്ലീഷിൽ ഉള്ള ട്രാൻസ്ലേഷൻ ചോദിക്കും, ആ ട്രാൻസ്ലേഷൻ അവർ തരും. പിന്നെ ഏകദേശം ചില വാക്കുകൾ, ചിലർക്ക് സംശയം നമുക്ക് ആ ഭാഷ അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കാമല്ലോ. അങ്ങനെയൊക്കെ ചെയ്തു, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരിക്കലും അവരുദ്ദേശിച്ച പിന്നെ ആശയത്തിൽ നിന്ന് പോവില്ല. അതേ വാക്കുകളോ അതേ രീതിയോ ആയിക്കൊള്ളുന്നില്ല എന്ന് മാത്രം. എന്താണോ അതിലൂടെ കൺവേ ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആ സാധനം അതിൽ വരും. ഓക്കെ. പിന്നെ അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ സാറ് പറഞ്ഞ ഒരു ഇത് വെച്ചിട്ട് ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു ഗാനം എഴുതാന്ന് പറയുന്നത് അതൊരു ഇത്തിരി എന്താ പറയുക, കുറച്ച് എഫേർട്ട് എടുത്ത് നല്ല കഷ്ടപ്പെട്ടിട്ടതാണെങ്കിൽ പിന്നെ ഒരു പാട്ടിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അതിൻ്റെ വരികളാണ്. കാരണം അർത്ഥവത്തായ വരികളും എല്ലാം കൂടെ ചേരുമ്പോഴാണ് അതിൻ്റേതായ അതിൻ്റെ സൗന്ദര്യം ഉണ്ടാവുന്നത്. ഇപ്പോൾ അതിൽ മ്യൂസിക് മാറ്റോ അല്ലെങ്കിൽ പാട്ട് പാടുന്ന ആൾ മാറ്റോ വരികൾ മാറ്റോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും അതിൻ്റെ സൗന്ദര്യം വരില്ല. പക്ഷെ പലപ്പോഴും ഓരോ പാട്ടുകൾ റിലീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സംഗീത സംവിധായകർക്കും ഗായകർക്കുമാണ് കൂടുതൽ അപ്രിസിയേഷനും കൂടുതൽ എന്താ പറയുക എക്നോളജ്മെൻറ്റ്സും എല്ലാം കിട്ടുന്നത്. പലപ്പോഴും ലിറിസിസ്റ്റുകളെ മാറ്റി നിർത്തി പലപ്പോഴും അറിയപ്പെടുന്ന പോലുമില്ല ഇന്ന ആളാണ് എഴുതിയതെന്നുള്ളത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇത് ഇദ്ദേഹമാണോ എഴുതിയെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ ഒരു ഇതിന് എന്താ പറയുക ഡിസേർവ് ചെയ്യുന്ന എക്നോളജ്മെൻറ്റുകളോ അല്ലെങ്കിൽ അംഗീകാരങ്ങളോ കിട്ടുന്നില്ല എന്നുള്ള ഒരു ഇതുണ്ടോ? മീൻസ് ഇങ്ങനെ ഇതിന് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിന് മാറ്റം വരുമെന്നോ എന്താണ് അങ്ങക്ക് പറയാനുള്ളത്? അത് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഇതൊന്നുമല്ല. ഞാൻ അത് സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഒരു സാംസ്കാരിക പ്രശ്നമാണത്. കാരണം നമ്മൾ ഭാഷയോടുള്ള നമ്മുടെ സമീപനം, കവിതയോടുള്ള സമീപനം, സാഹിത്യത്തോടുള്ള സമീപനം, അതിൻ്റെ കാര്യത്തിൽ വളരെ പിന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. നമ്മൾ വെറും ശബ്ദപ്പൊലിമയിൽ മാത്രം നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുള്ള വാക്കുകളുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, വാക്കുകൾക്കൊരു അർത്ഥമുണ്ട്, അർത്ഥതലങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും തന്നെ അതിലേക്ക് പോകുന്നില്ല. പണ്ടത്തെ ഒരു മുൻതലമുറ അങ്ങനെ ആയിരുന്നില്ല. മുൻതലമുറ കുറേ കൂടി സാഹിത്യ അഭിരുചിയുള്ള ഒരു തലമുറ ആയിരുന്നു വിചാരിക്കുന്നു. ഇപ്പോഴും അഭിരുചി ഇല്ലാതെയല്ല, പക്ഷെ പാട്ടിനെ അതേ സീരിയസ്നെസ്സിൽ കാണുന്നില്ല. പാട്ടിനെ അവർ കാണുന്നത് ഒരു സമയം കൊല്ലി ഒരു സമയം കളയാനുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ സിനിമയ്ക്ക് ഒരു ഫില്ലർ പോലെയൊക്കെയുള്ള കാര്യം മാത്രമായിട്ടാണ് കാണുന്നത്. ഇത് പല പാട്ടുകളും സിനിമയ്ക്ക് ശേഷവും ജീവിക്കുന്നുണ്ട്. സിനിമ മറന്നുപോയിട്ടും ഈ പാട്ടിൻ്റെ പേരിൽ സിനിമ ഓർമ്മിക്കുന്ന എത്രയോ കാര്യങ്ങളുണ്ട്, പാട്ട് മാത്രം നിൽക്കുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പാട്ടിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ സമൂഹത്തിന് ഇത് ആവശ്യമാണ്. സമൂഹത്തിന് എപ്പോഴും പിന്നെ അവരുടെ പല കാര്യങ്ങൾക്കും സമൂഹത്തിൻ്റെ പല വ്യവഹാരങ്ങൾക്കും പാട്ടിൻ്റെ ഒരു സാന്നിധ്യം വേണം. അതാണ് നമ്മൾ സിനിമയിലൂടെ കിട്ടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സിനിമയുടെ ഒരു ഭാഗം മാത്രമായിട്ട് തന്നെ വിചാരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. സിനിമയുടെ ഭാഗം മാത്രമായിട്ട് വരുമ്പോൾ ഒരാഴ്ച തിയേറ്ററിൽ കളിച്ച് നമ്മൾ മറന്നു പോകുന്നു. പിന്നെ ഒ ടി ടി ചിലപ്പോൾ കണ്ടെന്ന് വരും. അതിൽ വല്ലപ്പോഴും അത്രയല്ലേ സിനിമയ്ക്കുള്ളൂ. പിന്നെ സാറിൻ്റെ പാട്ടുകളിൽ ഞാൻ കേൾക്കുന്ന സമയത്തും വരികൾ നോക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, സിനിമയുടെ ഒരു കഥയുണ്ടോ, പക്ഷെ അതിലൂടെ പ്രകൃതിയിലൂടെ ബാക്കി എന്തെങ്കിലൂടെ ആ ഒരു കഥയെ തന്നെ ഒരു റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലെയോ അതല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഒരു കഥയും കൂടെ വേറൊരു കഥയും കൂടെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് മീൻസ് അങ്ങനത്തെ ഒരു സൃഷ്ടി സാർ എടുക്കുന്നത്, എങ്ങനെയാണ് അങ്ങനത്തെ ഒരു സൃഷ്ടി ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മുടെ മലയാളത്തിലെ പഴയ സിനിമകളിലൊക്കെ അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. പണ്ട് അങ്ങനെ നമ്മുടെ മാസ്റ്റേഴ്സായിട്ടുള്ള പാട്ടെഴുത്തുകാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതങ്ങനെ ചില അവസരങ്ങൾ കിട്ടുമ്പോൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം ഇതുണ്ടല്ലോ, നമ്മുടെ തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന് പറയുന്ന സിനിമയുണ്ട്. അതിൽ ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നായകനും നായിക സഞ്ചരിക്കുമ്പോൾ അവരുടെ മാല പൊട്ടിക്കുന്നതാണ് ഒരു കഥ. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്പലത്തിൽ എന്തോ ഒരു ഉത്സവം നടക്കുന്നു. ആ ഉത്സവത്തിലൊരു പരിപാടി നടക്കുന്നുണ്ട്. ആ പാട്ടാ വേണ്ടു, എന്ത് വേണമെങ്കിൽ അവിടെ ആവാം, അവർക്കൊരു വിരോധമില്ല, ഒരു പാട്ട് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ഈ പ്രകൃതിയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട്, അതായത് ഒരു ഭാര്യയും ഒരു കുറവനും കുറച്ചും പോലുള്ള ഒരു കഥാപാത്രങ്ങൾ, പിന്നെ നിൻ്റെ മാല എവിടെ പോയി അല്ല അങ്ങനെയല്ല, ഞാനിങ്ങനെ ഈ കുന്നും മലയും ഞാനിങ്ങനെ കുളിക്കാൻ വേണ്ടി കുളിച്ച് നോക്കുമ്പോഴേക്കും കുളം കാണാതായിപ്പോയി, പിന്നെ അല്ലെങ്കിൽ പാടം കാണാതായിപ്പോയി, മല കാണാതായിപ്പോയി എന്നൊക്കെ ഈ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയല്ലേ. നമ്മളിപ്പോൾ നോക്കിയിരിക്കുമ്പോൾ തന്നെ ഇന്ന് കിടന്നു തുടങ്ങി നാളെ എളുപ്പം കാലത്ത് നോക്കുമ്പോഴേക്കും ഒരു കുന്നില്ലാതെ ഉണ്ടാവും. പി രാമേന്ദ്രൻ്റെ ഒരു കവിത തന്നെ അങ്ങനെയാണ്, ഈ പെട്ടെന്ന് ഓരോ നഷ്ടപ്പെട്ടു പോകുന്നത്. അങ്ങനെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു പാട്ടതിൽ വന്നു. അപ്പോൾ അത് ശരിക്കും ചോദിച്ചു പോയി, അത് സിനിമയായിട്ട് വന്ന് ചോദിച്ചു പോയി. കാരണം ഇവിടെ ഒരു സ്ഥലത്ത് മാല നഷ്ടപ്പെട്ടതാണ്, മറ്റു ഭാഗത്ത് പ്രകൃതിക്ക് വരുന്ന നഷ്ടങ്ങളാണ്. എങ്കിൽ പോലും അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു പാട്ടുമല്ല, കവിത എന്നല്ല, ഒരു സാധാരണ പാട്ടാണ്. അങ്ങനെയൊക്കെ ചില അവസരങ്ങൾ വരുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റാറുണ്ട് എന്നുള്ളതാണ്, അത്രയേ ഉള്ളൂ.
ഓക്കെ. ഇനി അവസാനമായിട്ട് ഇപ്പോൾ ഈ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഒരു സംഗീത രചന എന്ന മേഖലയിലേക്ക് വരാനായിട്ട് ഒരുപാട് പേര് ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അതിന് ചിലപ്പോൾ എങ്ങനെ വരണം, എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്ന ഒരു വിഭാഗമുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു മേഖലയിൽ വന്ന് സ്വന്തം കഴിവ് തെളിയിക്കാനും അല്ലെങ്കിൽ ഇതിനൊരു സ്റ്റാർട്ട് ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് തൻ്റേതായ ഐഡൻറ്റിറ്റി എങ്ങനെ ഒരു മീൻസ് രചയിതാവ് എന്നുള്ള രീതിയിൽ സൃഷ്ടിക്കും? അല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് പല ആൾക്കാരും ഈ ഗാനരചന വളരെ എളുപ്പത്തിലുള്ളൊരു കാര്യം ആണെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു പരിധി വരെ പണ്ടൊക്കെ അത് എളുപ്പത്തിലുള്ളായിരുന്നു. കാരണം പണ്ട് നമുക്ക് വരികൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ മ്യൂസിക് ഡയറക്ടേഴ്സ് അത് എന്ത് എഴുതി കൊടുത്താലും അവരെ സംഗീതമാക്കി മാറ്റുമായിരുന്നു. പുതിയ കാലത്ത് അങ്ങനെയല്ല. പുതിയ കാലത്ത് നമ്മൾ പിന്നെ അതിൻ്റെ മാറ്റങ്ങൾ വന്നു. കാരണം ഇപ്പോൾ രചയിതാവിനാണ് പണി. ഡയറക്ടർക്ക് എന്തെങ്കിലും ട്യൂൺ ഉണ്ടാക്കി തന്നാൽ മതി. മ്യൂസിക് ഡയറക്ടർക്ക് നമ്മളതിനനുസരിച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ വരികൾ എഴുതേണ്ട ഒരു ചുമതലയായിരിക്കും. അപ്പോൾ നേരെ തിരിച്ചാണ് ഇപ്പോൾ വന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സംഗതി, പിന്നെ ഒരുപാട് പാട്ടുകൾ നമുക്ക് വന്നു കഴിഞ്ഞു. ഇതന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എന്തെങ്കിലും പുതിയ രീതിയിലുള്ള, പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഗതി സ്വയം കണ്ടെത്താൻ ശ്രമിക്കണം. അതല്ലാതെ വെറുതെ എന്തെങ്കിലും എഴുതിയിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. നമ്മുടെ പാട്ടുകൾ വേറെ പാട്ടുകളിൽ നിന്ന് വേർതിരിഞ്ഞ് നിൽക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്നാലേ അതിനൊരു ഗുണമുള്ളൂ.